Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്സ് ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്സ്, അതിന് മുമ്പ് എന്താണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്സ്, ഇങ്ങനത്തെ ചെറിയൊരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ വി മൂവ് അഹെഡ്, ലെറ്റ്സ് ലുക്ക് അറ്റ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്താണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് പഠിക്കുക, ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റീനെ പറ്റി പഠിക്കുക, അതായത് അവരുടെ തിങ്കിങ്, ഫീലിംഗ്, അവരുടെ വേസ് ഓഫ് ബിഹേവിങ്, ഇതൊക്കെ പഠിക്കാനാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. പേഴ്സണാലിറ്റി എന്താണ്? ഒരാളുടെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ബിഹേവിയർ, ഇതൊക്കെ പേഴ്സണാലിറ്റിയുടെ അടിയിൽ വരും. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇതൊക്കെ അസസ് ചെയ്യാനുള്ള ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ പറയുന്നത്. ആൻഡ് സൈക്കോളജിസ്റ്റ് പേഴ്സണാലിറ്റി രണ്ട് രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉപയോഗിക്കും, പ്രൊജക്റ്റീവ് ടെസ്റ്റും ഉപയോഗിക്കും. ഇങ്ങനെ രണ്ട് ടെസ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സൈക്കോളജിസ്റ്റ് പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടു വാട്ട് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്സ് ആൻഡ് ദ ടു വേസ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് മെഷേർഡ് ഇൻ സൈക്കോളജി. ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉപയോഗിക്കും, നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റും ഉപയോഗിക്കും. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് what are objective tests. Objective test is self reports എന്ന് നമ്മൾ പറയും. These are tests that are not influenced by the examiner's own beliefs. Objective ടെസ്റ്റിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സാമിനർ ആരുമായിക്കോട്ടെ അവരുടെ ബിലീവ്സ്, അവരുടെ പ്രെജുഡിസസ്, അവരുടെ പ്രീ ഡിസ്പൊസിഷൻസ് ഒന്നും റിസൾട്ടിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ റിസൾട്ടിന് ബയസ് വരുത്തില്ല എന്നുള്ളത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ they are independent of raters bias. എന്തുകൊണ്ടാണ് they are independent of raters bias? കാരണം ഇവിടെ എക്സാമിനേഴ്സിൻ്റെ ബിലീവ്സോ എക്സാമിനേഴ്സിൻ്റെ പ്രീ ഡിസ്പൊസിഷൻസോ റിസൾട്ടിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ആൻഡ് ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, NEO-PI-R, MMPI-2, 16PF ആൻഡ് ഐസെങ്ക് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളാണ്. Now let's look at MBTI or Myers-Briggs Type Indicator. ഇതെന്താണ് പഠിക്കുന്നത്? ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ കാൾ യങ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഈ ടെസ്റ്റ് കാൾ യങ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റീനെ ബേസ് ചെയ്താണ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പേഴ്സണാലിറ്റീനെ 4 ഡയമെൻഷൻസിൻ്റെ അക്രോസ് ആണ് മെഷർ ചെയ്യുന്നത്. എന്തൊക്കെ ഡയമെൻഷൻസ് ആണ്? ആറ്റിറ്റ്യൂഡ്, അതിൽ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും വരും. പെർസെപ്ഷൻ, അതിൽ സെൻസിങ് or intuition വരും. ജഡ്ജ്മെൻറ്റ്, അതിൽ തിങ്കിങ് ആൻഡ് ഫീലിംഗ് വരും. ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രിഫറൻസസ്, അതിൽ ജഡ്ജിങ് ആൻഡ് പെർസീവിങ് വരും. ഇങ്ങനത്തെ 4 ഡയമെൻഷൻസ് അക്രോസ് ആണ് ഇവിടെ MBTI പേഴ്സണാലിറ്റീനെ ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റീനെ അസസ് ചെയ്യുന്നത്. ആൻഡ് ഈ ടെസ്റ്റിൻ്റെ ഒരു മേജർ ക്രിറ്റിസിസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ ലാക്ക് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റിയിലും സ്റ്റാറ്റിസ്റ്റിക്കൽ റിലയബിലിറ്റിയിലും ഇച്ചിരി ഒരു ലാക്ക് ഉണ്ട് എന്നുള്ളതാണ് MBTIയുടെ ഒരു ക്രിറ്റിസിസം എന്ന് നമ്മൾ പറയുന്നത്. സോ MBTI ഈസ് ബേസ്ഡ് ഓൺ കാൾ യങ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. 4 ഡയമെൻഷൻസ് അക്രോസ് ആണ് പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്ന റിവൈസ്ഡ് NEO പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇത് ഡിസൈൻ ചെയ്തത് നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ മെഷർ ചെയ്യാണ്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് 5 ഫാക്ടർ മോഡലാണ്. 5 ഫാക്ടർ മോഡൽ ഉപയോഗിച്ചാണ് ഇവിടെ പേഴ്സണാലിറ്റിനെ മെഷർ ചെയ്യുന്നത്. എന്താണ് ഈ 5 ഫാക്ടർ മോഡൽ, അല്ലെങ്കിൽ ഈ ഡയമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺനെസ്, കൺഷ്യൻഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസിസം. ഇങ്ങനെ 5 ഡയമെൻഷൻസിനെ ബേസ് ചെയ്താണ് റിവൈസ്ഡ് NEO പേഴ്സണാലിറ്റി ഇൻവെൻട്രി പേഴ്സണാലിറ്റീനെ അളക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇറ്റ് ഈസ് ഡിസൈൻ ടു മെഷർ പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ടു മെഷർ പേഴ്സണാലിറ്റി അക്രോസ് 5 ഡയമെൻഷൻസ്. ആൻഡ് ഇത് ഈസ് യൂസിങ് ദ 5 ഫാക്ടർ മോഡൽ. എന്താണ് ഈ 5 ഡയമെൻഷൻസ്? ഇറ്റ്സ് ഓപ്പൺനെസ്, കൺഷ്യൻഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസിസം. ഇങ്ങനത്തെ 5 ഡയമെൻഷൻസ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. പിന്നെ
പിന്നെ നമ്മൾ കാണുന്ന MMPI ആണ്. MMPI ഒരു വളരെ ഫേമസ് ആൻഡ് വളരെ മോസ്റ്റ് യൂസ്ഡ് ഒരു മെത്തേഡാണ്. ഇറ്റ് ഈസ് മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇത് വൈഡ്ലി യൂസ്ഡ് ആണ് ഫോർ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ പോപ്പുലേഷൻ. ക്ലിനിക്കൽ പോപ്പുലേഷനും നമ്മളിത് ഉപയോഗിക്കും, നോൺ ക്ലിനിക്കൽ പോപ്പുലേഷനും നമ്മളിത് ഉപയോഗിക്കും. ആൻഡ് കോമൺലി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാൻ. എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടോ, ഇസ് സമ്മൺ ഹാവിങ് എനി കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതെന്തുമാകാം, അതിനെ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് MMPI. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ്സ് ആൻഡ് ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ഇൻ നോൺ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. MMPI വൈഡ്ലി യൂസ്ഡ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് 16PF ഇൻവെൻട്രി എന്നാണ്. 16PF ഇസ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ. ഇത് ഇസ് ബേസ്ഡ് ഓൺ കാറ്റൽസ് 16 ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി. 16PF തന്നെയുണ്ട്. ഇത് കാറ്റലിൻ്റെ 16 ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റീനെ ബേസ് ചെയ്തുള്ള ടെസ്റ്റാണ്. ഇവിടെ 16PF ഓൾസോ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉണ്ടോ ഒരാൾക്ക്, അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, അവരുടെ തെറപ്പി, ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കൂടിയാണ് 16PF നമ്മൾ പറയുന്നത്. സോ 16PFും നമ്മൾ നേരത്തെ കണ്ട MMPIയുടെ കൂട്ട് തന്നെ സൈക്കാട്രിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മെഷർമെൻറ്റ്സ് ഓഫ് ആങ്സൈറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഇത് മെഷർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ആങ്സൈറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ് മെഷർ ചെയ്യും, ഇമോഷണൽ സ്റ്റെബിലിറ്റി മെഷർ ചെയ്യും, ആൻഡ് നമുക്ക് എന്തെങ്കിലും ബിഹേവിയർ പ്രോബ്ലം ഉണ്ടെങ്കിലും അതും മെഷർ ചെയ്യുന്നതാണ് 16PF എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. സോ എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്? പ്രൊജക്റ്റീവ് ടെസ്റ്റ് സൈക്കോ അനലിറ്റിക് തിയറീസിനെ ബേസ് ചെയ്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ആംബിഗ്വസ് സ്റ്റിമുലൈ ആണ്. എന്തിനാണ്? നമ്മളുടെ ഇന്നർ ആയിട്ടുള്ള ഡിസയേഴ്സ് അല്ലെങ്കിൽ ഇന്നർ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ റിവീൽ ചെയ്യാൻ ആംബിഗ്വസ് സ്റ്റിമുലൈ ഉപയോഗിക്കുന്നതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ദർ ഇസ് നോ ബയസ്, അല്ലെങ്കിൽ ബയസിനുള്ള സാധ്യത വളരെ കുറവാണ്. ദർ ഇസ് നോ ബയസ്. പക്ഷേ പ്രൊജക്റ്റീവ് ടെസ്റ്റിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജും അതാണ്, ദർ ഈസ് ബയസിനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് ഇവിടെ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എക്സാമിനറാണ്. ആൻഡ് ഇവിടെ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫ്രോയിഡിയൻ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിനെ ബേസ് ചെയ്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് നടത്തുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ നോക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയേഴ്സ്, അവരുടെ പെർസെപ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ എക്സ്പോസ് ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് ഇവിടെ ഇവരുടെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇവിടെ റിലയബിലിറ്റിയും പുവറാണ്, വാലിഡിറ്റിയും പുവറാണ്. വേറൊരു ക്രിറ്റിസിസമാണ് ദാറ്റ് ഇറ്റ് ഈസ് മോർ എക്സ്പോസ്ഡ് ടു ബയസ് ഫ്രം ദി എക്സാമിനർ. പിന്നെ നമ്മൾ നോക്കുന്ന TAT. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. TATയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 30 കാർഡ്സ് ഉണ്ട്. ഈ 30 കാർഡിൽ ഒരു കാർഡ് ബ്ലാങ്ക് കാർഡാണ്. ആൻഡ് 30 കാർഡ്സിലും ആംബിഗ്വസ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്, റാൻഡം ഡ്രോയിങ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ടെസ്റ്റ് എടുക്കുന്ന ആളുടെ കയ്യിൽ നമ്മൾ ഈ കാർഡ് കൊടുത്തിട്ട് പറയുവാണ് ടെൽ എ സ്റ്റോറി. അപ്പം ചിലപ്പോൾ ഒരു കാർഡിൻ്റെ മണ്ടയ്ക്കുള്ള പിക്ചർ എന്ന് പറയുന്നത് ഈസ് എ മദർ ആൻഡ് ഡോട്ടർ സിറ്റിംഗ് ഔട്ട്സൈഡ് എ ഹട്ട്. ഇങ്ങനത്തെ ഒരു പിക്ചർ ആയിരിക്കും ചിലപ്പോൾ ഒരു കാർഡിൽ ഉണ്ടാകുന്നത്. ആൻഡ് എക്സാമിനേഷൻ എടുക്കുന്ന ആൾ ചോദിക്കും എക്സാമിനിയോട് എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന സ്റ്റോറി. അപ്പോൾ അവർ പറയുമ്പോൾ ഒരു അമ്മയും മോളും കൂടെ സന്തോഷമായിട്ട് പുറത്തിരിക്കുന്നു എന്നുള്ളൊരു കഥ അവർ പറയുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണ്, ഹൗ ഡിഡ് ദേ ഗെറ്റ് ടു ദിസ്, വാട്ട് ആർ ദ പീപ്പിൾ ഇൻ ദ സ്റ്റോറി ഫീലിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി അതിൽ നിന്നൊരു റിസൾട്ട് ഡിറൈവ് ചെയ്യുകയാണ്. അതാണ് TAT എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കുന്നത്? ആദ്യം ഒരു പിക്ചർ കൊടുക്കുകയാണ്, അതിലെ സ്റ്റോറി എന്താണ്, അല്ലെ അതിനെ ബേസ് ചെയ്തൊരു സ്റ്റോറി പറയാണ്. ആൻഡ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, വാട്ട് ലെഡ് അപ്പ് ടു ദിസ് സ്റ്റോറി എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കും. പിന്നെ വാട്ട് ആർ ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ് ഓഫ് ദ ക്യാരക്ടർ, അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ തോട്ട്സ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്. ആൻഡ് ഈ റിസൾട്ട്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സാമിനേഷൻ എടുക്കുന്ന ആളുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സും ഇമോഷണൽ ഫങ്ഷനിങ്ങിനെയും കാണിക്കുന്നതാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ 30 കാർഡ്സാണ്, അതിൽ ഒരെണ്ണം ബ്ലാങ്ക് ആണ്, അതിൽ പല പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചേഴ്സിനെ ബേസ് ചെയ്ത് സ്റ്റോറീസ് പറയുക. ആൻഡ് അതിൽ നിന്ന് നമ്മൾ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സും
ഇമോഷണൽ ഫങ്ഷനിങ്ങും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ TAT എന്ന് പറയുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റ്. പിന്നെ നമ്മൾ കാണുന്ന റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ആൻഡ് ഓൾസോ എ വെരി ഇൻട്രസ്റ്റിംഗ് ടെസ്റ്റാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 ഇങ്ക് ബ്ലോട്ട്. ഇത് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഹെർമൻ റോർഷാക്കാണ്. എന്താണ് ഇങ്ക് ബ്ലോട്ട്? ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? സോ നമ്മൾ ഹൗ വാസ് ദിസ് ക്രിയേറ്റഡ്? നമ്മളൊരു പേപ്പർ എടുത്ത് അതിനെ ഇൻ2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നടുക്കൂടുള്ള ലൈനിൽ വി ആർ ഡ്രോപ്പിംഗ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക്. എന്നിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇമേജ് വരികയാണ്. സിമെട്രിക്കലി ഒരു ഇമേജ്, രണ്ട് സൈഡിലും സിമെട്രിക്കലായിട്ടൊരു ഇമേജാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ 10 ഇങ്ക് ബ്ലോട്ട്സ് ആണ് ഈ ടെസ്റ്റിലുള്ളത്. ഈ ഇങ്ക് ബ്ലോട്ടിനെ നമ്മുടെ എക്സാമിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്, ഓർ നമ്മുടെ സബ്ജക്റ്റിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ചോദിക്കും വാട്ട് ഡു യു സീ ഇൻ ദിസ് ഇമേജ്? ചിലർ പറയും ഐ സീ എ ബട്ടർഫ്ലൈ, ചിലർ പറയും ഐ സീ ക്ലൗഡ്സ്, ഐ സീ എ സൺസെറ്റ്. അപ്പം ഇങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ഡിറൈവ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് ഈ റെസ്പോൺസസിനെ പറ്റി ഇപ്പോൾ ബട്ടർഫ്ലൈ കണ്ട ഒരാളോട് ചോദിക്കും വൈ ഡു യു തിങ്ക് ഇറ്റ് വാസ് എ ബട്ടർഫ്ലൈ, വാട്ട് ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് ഇറ്റ്? ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ച് ഓരോ പിക്ചറിനെ പറ്റിയും അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡിറൈവ് ചെയ്യുന്നതാണ് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരുടെ ഇമോഷണൽ ഫങ്ഷനിങ്ങും ജസ്റ്റ് ലൈക്ക് TAT ഇതേ കാര്യങ്ങൾ മെഷർ ചെയ്യാനാണ് ഇവിടെ നമ്മൾ റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റും ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ മെഷർ അൺകോൺഷ്യസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് മോട്ടിവേഷൻസ്. നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും മോട്ടിവേഷനും മെഷർ ചെയ്യാനും റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് നമ്മളെ സഹായിക്കും, ഒരു RIT സഹായിക്കും. സോ റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആരാണ് കണ്ടുപിടിച്ചത്? ഹെർമൻ റോർഷാക്ക് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ 10 ഇങ്ക് ബ്ലോട്ട്സ് ആണുള്ളത്. ആ പിക്ചർ കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ ഇങ്ക് ബ്ലോട്ട് കാണിച്ചിട്ട് ദേ വിൽ ആസ്ക് ദ ക്ലയൻറ്റ് ടു ടെൽ വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ, വൈ ഡു യു തിങ്ക് ഇറ്റ് ഇസ് സച്ച് എ പിക്ചർ. ആൻഡ് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ ഡിറൈവ് ചെയ്ത് ആ എക്സ്പ്ലനേഷനിൽ നിന്ന് അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ഇമോഷണൽ ഫങ്ഷനിങ്ങും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുന്നതാണ് റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് കവർ ചെയ്തത്? നമ്മൾ കവർ ചെയ്തത് പേഴ്സണാലിറ്റി അസസ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ കണ്ടു, പ്രൊജക്റ്റീവ് ടെസ്റ്റ് കണ്ടു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കണ്ടു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. രശ്മി എവിടെ? ആ എത്ര നേരം എടുത്തായിരുന്നു ഇവിടെ പറയണേ? ആണോ?